കപ്പിൾസിന് ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത് അവർ തമ്മിൽ എന്തെങ്കിലും വിഷയം ഉണ്ടായാലോ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അൺഫോളോ ചെയ്താലോ അവർ ഒരുമിച്ചുള്ള പിക്കുകളൊക്കെ റിമൂവ് ചെയ്താലോ ഒക്കെ വളരെ തഴച്ചു വളർന്നു നിൽക്കുന്ന ഒരു യൂട്യൂബ് കപ്പിൾസിന് ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത് അവർ തമ്മിൽ എന്തെങ്കിലും വിഷയം ഉണ്ടായാലോ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അൺഫോളോ ചെയ്താലോ അവർ ഒരുമിച്ചുള്ള പിക്കുകളൊക്കെ റിമൂവ് ചെയ്താലോ ഒക്കെ വളരെ പെട്ടെന്ന് തന്നെ സോഷ്യൽ മീഡിയ അതൊക്കെ കണ്ടുപിടിക്കും. ഇവർ ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിടുന്നത് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞ തഴച്ചു വളർന്നു നിൽക്കുന്ന ഒരു യൂട്യൂബ് കപ്പിൾസിന് ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത് അവർ തമ്മിൽ എന്തെങ്കിലും വിഷയം ഉണ്ടായാലോ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അൺഫോളോ ചെയ്താലോ അവർ ഒരുമിച്ചുള്ള പിക്കുകളൊക്കെ റിമൂവ് ചെയ്താലോ ഒക്കെ വളരെ പെട്ടെന്ന് തന്നെ സോഷ്യൽ മീഡിയ അതൊക്കെ കണ്ടുപിടിക്കും. ഇവർ ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിടുന്നതിന് മുമ്പ് തന്നെ ഇവർ തമ്മിൽ വേർപിരിയാൻ പോവുകയാണെന്നുള്ള ന്യൂസ് സോഷ്യൽ മീഡിയയിൽ വളരെ പെട്ടെന്ന് അങ്ങ് പടർക്കും. അതാണ് ഈ യൂട്യൂബ് കപ്പിൾസിന്റെ സോഷ്യൽ മീഡിയ സെലിബ്രിറ്റി കപ്പിൾസിന്റെ ഒരു ശാപം എന്ന് പറയുന്നത്. അങ്ങനെ കുറെ നാളുകളായിട്ട് ആ ശാപത്തിലൂടെ കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്ന രണ്ട് വ്യക്തികളാണ് ജീവയും അപർണ തോമസും. എന്ത് തന്നെയായാലും അവർ ഒഫീഷ്യലി വേർപിരിക്കുകയാണ്. ഞങ്ങൾ രണ്ടുപേരും രണ്ടു വഴിക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണെന്നുള്ള ആ ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ ജീവ തന്നെ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ പങ്കുവയ്ക്കുകയാണ്. എന്തുകൊണ്ടാണ് പിരിയുന്നത്, ആരുടെ ഭാഗത്താണ് തെറ്റ് എന്നെല്ലാം വിശദമായി വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ജീവയുടെ പോസ്റ്റ് നമുക്കൊന്ന് വായിക്കാം. This is not an easy thing for me to share, but I felt I should, especially because I felt you guys deserve to hear this from me directly, as many of you have been part of my journey through my career, my happiness, my difficult moments and everything in between. നിങ്ങൾ എന്റെ ജീവിതത്തിൽ നടന്ന എല്ലാ സന്തോഷങ്ങളിലൂടെയും സങ്കടങ്ങളിലൂടെയും എല്ലാ ബിഗസ്റ്റ് മൊമെന്റ്സിലൂടെയും എല്ലാം എന്റെ കൂടെ നിന്നതുകൊണ്ട് തന്നെ എനിക്ക് ഇപ്പോൾ ഈ കാര്യം നിങ്ങളോട് തുറന്നു പറയണം, ഞാൻ നേരിട്ട് തന്നെ നിങ്ങളോട് പറയണം എന്നുള്ളൊരു അവസ്ഥയിൽ ഞാൻ നിങ്ങളോട് തുറന്നു പറയാൻ പോവുകയാണെന്നും പറഞ്ഞിട്ടാണ് ഈ പോസ്റ്റിന്റെ തുടക്കം. A lot of you liked us as a couple, but from now onwards it's not us anymore, it's just Jiva and Abarna. ഞങ്ങളെ എല്ലാവർക്കും ഒരു ദമ്പതികളായിട്ട് ഇഷ്ടമാണ്, പക്ഷേ ഇനി മുതൽ ഇത് ഞങ്ങളല്ല, ജീവയും അപർണയും രണ്ടുപേരും രണ്ട് വ്യക്തികൾ മാത്രമായിട്ട് വേർപിരിയാൻ പോവുകയാണ് എന്ന് ചുരുക്കം. After 11 years of marriage, we are going our separate ways. Something went wrong somewhere, and now we are accepting it, the truth that it just won't work out. So we both have decided to go on our separate ways, and the reason behind it is strictly personal. 11 വർഷത്തെ ദാമ്പത്യത്തിന് ശേഷം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് പോകാൻ കഴിയില്ല, രണ്ടുപേരും രണ്ടു വഴിക്ക് പോകുന്നത് തന്നെയാണ് ഭാവിക്ക് നല്ലത് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടായി എന്നാണ് ജീവ തുറന്നു പറയുന്നത്. Hope you guys can take this in a mature way, just like we have. This has been a deeply personal decision, and we ask for privacy and understanding as we navigating this. As we say, everything happens for a reason, and I really believe it. Thanks everyone. ഞങ്ങൾ പിരിയാനുള്ള കാരണം തികച്ചും വ്യക്തിപരമാണ്. ഇതെല്ലാവരും വളരെ മച്ചുവർ വേയിൽ തന്നെ വളരെ പക്വതയോട് കൂടി തന്നെ മനസ്സിലാക്കുമെന്നും ഞങ്ങളുടെ ഡിഫിക്കൽട്ട് ടൈംസ് ഞങ്ങളുടെ കൂടെ ഒപ്പം ഉണ്ടാവും എന്നൊക്കെ വിശ്വസിക്കുന്നു. ഇത്രയും നാൾ കൂടെ നിന്നതിന് നന്ദി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ജീവ ഈ പോസ്റ്റ് നിർത്തിയിരിക്കുന്നത്. എന്തായാലും കുറെ നാളുകളായിട്ട് തന്നെ ജീവയും അവരെയും വേർപിരിഞ്ഞു, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഇന്റർനാഷണൽ ട്രിപ്പുകളോ ഇങ്ങനെയുള്ള എന്താ പറയുക വൈബ് അടിച്ചിട്ടുള്ള വ്ലോഗുകളോ ഒരു മുറിക്കാത്തിരുന്ന് നടത്തുന്ന Q&Aകളോ ചലഞ്ചുകളോ ഒന്നും യൂട്യൂബിൽ കാണാത്തപ്പോൾ തന്നെ സംശയം പ്രകടിപ്പിക്കുകയും പിരിഞ്ഞു എന്നുള്ള അഭിമുഖങ്ങൾ പല വഴിക്ക് നമ്മൾ കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്തതാണ്. ഇതിനകത്ത് ആരുടെ ഭാഗത്താണ് തെറ്റെങ്കിൽ ഒരു ദമ്പതികൾ എന്നുള്ള രീതിക്ക് ജീവനെയും അപർണയും ഇഷ്ടപ്പെട്ടിരുന്ന കുറേയധികം മനുഷ്യരുണ്ടായിരുന്നു, അവരെ മാതൃകയാക്കിയിരുന്ന കുറേയധികം മനുഷ്യരുണ്ടായിരുന്നു. കാരണം വളരെ മോഡേൺ ഡ്രസ് ഇടുന്ന വളരെ എക്സ്പോസിംഗ് വസ്ത്രങ്ങൾ പോലും ധരിക്കുന്ന അപർണയെ വളരെ അധികം മനോഹരമായി സപ്പോർട്ട് ചെയ്യുന്ന ഹസ്ബൻഡായിട്ട് കുറേയധികം പെൺകുട്ടികൾ ജീവനെ അഡ്മയർ ചെയ്തിരുന്നു, പുരുഷന്മാരും അഡ്മയർ ചെയ്തിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം പൂർണ്ണമായിട്ടും ഒരു സ്ത്രീയുടെ എല്ലാ ഇഷ്ടങ്ങൾക്കും സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ഭർത്താവ് എന്ന് പറയുന്നത് അവരുടെ സ്ട്രെങ്ത് ആയിരുന്നു. എന്തായാലും ആ സ്ട്രെങ്ത് ഇപ്പോൾ അപർണയ്ക്ക് നഷ്ടമായിരിക്കുന്നു, അപർണയെ ജീവയ്ക്ക് നഷ്ടമായിരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇതിന് മുമ്പ് നടന്ന അല്ലെങ്കിൽ ഇതിന് മുമ്പ് ഉള്ള ഒരു വീഡിയോ നമുക്ക് കാണാം. ഞാനും ജീവയും തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഇല്ല. ഞാൻ ജീവയുടെ വർക്കിൽ അല്ലെങ്കിൽ ജീവയ്ക്കുള്ള ഫോർ എക്സാമ്പിൾ ജീവ ഹാസ് ലോട്ട് ഓഫ് ഗേൾ ഫാൻസ്, കുറേ പേരുണ്ട്. അപ്പോൾ ജീവയുടെ ഗേൾ ഫാൻസ് ജീവയ്ക്ക് മെസ്സേജ് അയക്കുന്ന കണ്ട് എനിക്ക് ചെറിയൊരു സംശയം തോന്നിയാൽ മതി, ട്രസ്റ്റ് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ തീർന്നു. ലൈക്ക് ഇഫ് ഐ എം സമ്മൺ ഓക്കെ വെട്ടൊന്ന് മുറി രണ്ട് അങ്ങനത്തെ സ്വഭാവമുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ എപ്പോഴും ഡിവോഴ്സ് ആയനെ. എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെ ഡിവോഴ്സസ് ഒക്കെ സംഭവിക്കുന്നത് I won't say adjustment, I won't say sacrifice, because that two terms are bullshit in your relation. അതൊന്നുമല്ല, അഡ്ജസ്റ്റ്മെന്റും സാക്രിഫൈസ് ഒന്നുമല്ല. കമ്മ്യൂണിക്കേഷൻ, just like he said, transparency is very 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 important. Super important. It is your partner, it is your like you are a couple, you should have that transparency. You shouldn't be hiding anything from that person. ഒന്നും ഹൈഡ് ചെയ്യാൻ പാടില്ല. എന്തിന് നല്ല ടേംസിൽ ഇരുന്ന സമയത്ത് അവർ കൊടുത്തൊരു ഇന്റർവ്യൂ ആണ് ഇതിനകത്ത് പറയുന്നത്. വളരെയധികം ഗേൾ ഫാൻസ് ഉള്ള ഒരു വ്യക്തിയാണ് ജീവ. സോ ആ ഗേൾസ് എല്ലാം മെസ്സേജ് അയക്കുമ്പോൾ ഡയറക്റ്റ് DM ചെയ്യുമ്പോഴൊക്കെ എനിക്കൊരു ട്രസ്റ്റ് ഇഷ്യൂ, എനിക്കൊരു സംശയരോഗം വന്നാൽ, സംശയം തോന്നിയാൽ ഞങ്ങൾ എപ്പോഴേ ഡിവോഴ്സ് ആകുമെന്നാണ് അപർണ പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഡിവോഴ്സ് ആയ സ്ഥിതിക്ക് ഒരു പക്ഷേ ഇങ്ങനെ എന്തെങ്കിലും ഒരു സംശയമോ ട്രസ്റ്റ് ഇഷ്യൂസോ ഒക്കെ അപർണയ്ക്ക് വന്നതാകാം, തിരിച്ച് ചിലപ്പോൾ അപർണയുടെ മേൽ ജീവയ്ക്ക് വന്നതാകാം. എന്ത് തന്നെയായാലും നല്ല ടേംസിൽ ഇരിക്കുമ്പോൾ ഈ ഒരു പ്രശ്നങ്ങളോ സംശയങ്ങളോ ആശയക്കുഴപ്പങ്ങളോ ഒന്നുമില്ല. വളരെ വ്യക്തമായി തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളും സന്തോഷങ്ങളും എല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് 11 വർഷമായി മുമ്പോട്ട് പോകുന്ന ഒരു കപ്പിളാണെന്ന് അവകാശപ്പെട്ടിരുന്ന അപർണയ്ക്കും ജീവിക്കും എവിടെയോ ഒരു താളപ്പിഴ സംഭവിച്ചു. അത് ഈ ആശയ വിനിമയം നടത്തുന്നതിലാണോ അതോ ഈ ട്രസ്റ്റ് വർത്തി എന്ന് പറയുന്ന അല്ലെങ്കിൽ ട്രസ്റ്റ് ഇഷ്യൂസിലാണോ എന്നൊക്കെ അവർ തന്നെ പറയേണ്ട കാര്യങ്ങളാണ്. പക്ഷേ നമ്മൾ നല്ല ടേംസിൽ ഇരിക്കുമ്പോൾ നമ്മൾ ചിന്തിച്ചു കൂട്ടുന്ന കുറേയധികം മഹത്തരമാണെന്ന് കരുതുന്ന കുറേ മഹത് വചനങ്ങളൊക്കെ ഇന്റർവ്യൂ വന്നിരുന്നു പറയാൻ എളുപ്പമാണ്. പക്ഷേ ജീവിതത്തിൽ താളം തെറ്റുമ്പോൾ ഈ പറയുന്ന മഹത് വചനങ്ങളെല്ലാം പ്രാക്ടിക്കലി അത്ര എളുപ്പമല്ല എന്നുള്ള തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാവും. അതൊരു പക്ഷേ ഇപ്പോൾ ജീവിക്കും അപർണയ്ക്കും ഒക്കെ ഉണ്ടായിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അല്ലേ, ഇതിന് മുമ്പ് ഇവരുടെ കുട്ടികൾ ഉണ്ടാവുന്നില്ലേ, 11 വർഷമായില്ലേ കല്യാണം കഴിച്ചതെന്നൊക്കെ ചോദിച്ചപ്പോൾ ഇവർ കൊടുത്തൊരു മറുപടി കൂടി നമുക്ക് കേൾക്കാം. അതായത് ഇപ്പൊ നമ്മുടെ ഇതിൽ ഒരു ഫാമിലി ലൈഫ് പൂർത്തിയാവുന്നത് രണ്ടുപേർക്ക് കുട്ടി വേണ്ടാണല്ലോ. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് പിന്നെ ഞങ്ങൾ അങ്ങനെ മൂന്നാമൊരാളുടെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ഓക്കെ ഞങ്ങളുടെ ലൈഫിൽ ഒരു കുഞ്ഞു പറഞ്ഞാൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ ലൈഫിൽ ഒരു കുഞ്ഞു വരുമ്പോൾ അങ്ങനെ നോക്കാൻ അവരെ നോക്കാൻ കുഞ്ഞിനെ നോക്കാൻ ഇപ്പോൾ ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ ചെറിയ കുറേ കാര്യങ്ങൾ ഞങ്ങൾ പൂർത്തി അതൊന്നും അത് പീസ് ഞങ്ങൾക്ക് കുഞ്ഞിന് വേണ്ടി സമയം മാറ്റി വെക്കാൻ പറ്റും. അങ്ങനെ ഒരു ഗുഡ് ലൈഫ്, ഒരു എന്താ പറയുക ഫെസിലിറ്റീസ് ഇതെല്ലാം നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഒരു ബേബി നമ്മൾ ഈ വേൾഡിലേക്ക് കൊണ്ടുവരും. അതൊക്കെ നോക്കി എപ്പോഴാണ് ചോദിച്ചു കഴിഞ്ഞാൽ അത് അങ്ങനെ ചോദിക്കാം. അതൊന്നുമില്ല, വെരി ഷോർട്ട്. As of now we don't have any plans. As of now zero plans. We are not even thinking of having a baby at the moment. Okay, so baby plans question ചോദിച്ചാൽ എല്ലാവരോടും പറയാനുള്ളത് ഒരു കാര്യം, നിങ്ങൾ എനിക്ക് വേറെ കാര്യം പറയാനുള്ളത് എന്തുകൊണ്ടും അതൊരു മികച്ച തീരുമാനമായിരുന്നു. കാരണം 11 വർഷം 1-2 മാസം ഒരുമിച്ച് താമസിക്കുമ്പോൾ പോലും തന്നെ ഒരു കുട്ടി എന്ന് പറയുന്ന ഒരു പ്ലാനിംഗിലേക്ക് എത്തുകയും 3-ാം മാസം പ്രഗ്നന്റ് ആവുകയും അടുത്ത
വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുമ്പോൾ കേക്ക് മുറിക്കുമ്പോൾ കയ്യിൽ ഒരു കുട്ടിയും കൂടെ കരുതി അല്ലെങ്കിൽ അങ്ങനെ കുട്ടീനെ കൂടെ പിടിച്ച് വിവാഹ വാർഷികം ആഘോഷിക്കുന്ന കുറേ ദമ്പതിമാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ 11 വർഷം 5, 6, 11 വർഷങ്ങൾക്ക് ശേഷം പോലും ഒരു കുട്ടീനെ കുറിച്ച് ചിന്തിക്കാതിരിക്കുകയും ആ തീരുമാനം എന്തുകൊണ്ടും മികച്ചതായിരുന്നു എന്ന് നമ്മളെ കൊണ്ട് പോലും പറയിപ്പിക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ വന്നെത്തിയിരിക്കുന്നത്. എന്തായാലും ഒരു ബേബി എന്ന് പറയുന്ന ഒരു പ്ലാനിങ്ങിലേക്ക്, ഒരു കുട്ടി എന്ന് പറയുന്ന തീരുമാനത്തിലേക്ക് പോകാത്തത് എന്തായാലും നന്നായി. കാരണം നിങ്ങളുടെ രണ്ടുപേരുടെയും തീരുമാനപ്രകാരം ഈ ലോകത്തേക്ക് ജനിച്ചു വീണ കുട്ടി നിങ്ങൾ തമ്മിലുള്ള എന്തോ പ്രശ്നങ്ങളുടെ പേര് നിങ്ങൾ വഴിപിരിയുമ്പോൾ ആ കുട്ടിയും നഷ്ടമാകുന്നത് ഒന്നെങ്കിൽ അച്ഛനെ അല്ലെങ്കിൽ അമ്മേനെ. എല്ലാ ദിവസവും അച്ഛനെയും അമ്മയുടെയും കൂടെ താമസിക്കാൻ എന്തായാലും ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള കപ്പിൾസിന് മക്കൾക്ക് സാധിക്കില്ലല്ലോ. ഏതെങ്കിലും ഒരു ദിവസം അച്ഛന്റെ കൂടെ, ഏതെങ്കിലും ഒരു ദിവസം അമ്മയുടെ കൂടെ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പന്ത് തട്ടി കളിക്കുന്ന ഒരു കുട്ടിയുടെ മാനസികാവസ്ഥയേക്കാൾ എത്രയോ ബെറ്റർ ആണ് ഒരു കുട്ടി ജനിക്കാതിരിക്കുന്ന അവസ്ഥ. അതെന്തുകൊണ്ടും അവരുടെ ആയാലും ജീവയായാലും എടുത്ത തീരുമാനം നന്നായി. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ജീവയുടെ 21ാമത്തെ വയസ്സിലും അവരുടെ 19, 20 വയസ്സിലുമാണ് ഇവർ തമ്മിൽ കല്യാണം കഴിക്കുന്നത്. അപ്പോൾ ഇവരുടെ 20കളും 30കളും എല്ലാം ഇവർ വളരെ സന്തോഷത്തോടു കൂടി ഇവരുടെ പാർട്ണർഷിപ്പ് പങ്കുവെച്ച് മുമ്പോട്ട് പോയിട്ട് വളരെ മനോഹരമായിട്ട് ഇപ്പോൾ ഇവർ പിരിഞ്ഞിരിക്കുന്ന വാർത്ത ജീവ പങ്കുവയ്ക്കുമ്പോൾ ഇവരുടെ 30കളിലാണ് ഇവർക്ക് തിരിച്ചറിവുകൾ ഉണ്ടായതെന്ന് തോന്നുന്നു. അവരുടെ 20കളിൽ ആടി കളിക്കുകയും ആടി പാടി നടക്കുകയും ഇന്റർനാഷണൽ ട്രിപ്പുകൾ പോവുകയും യാത്രകൾ ഒരുമിച്ച് ചെയ്യുകയും വളരെയധികം സോഷ്യൽ മീഡിയയിൽ എക്സ്പോസ് ആയി നിൽക്കുകയും ഒക്കെ ചെയ്ത ഇവർക്ക് 30കളിൽ കുറേ അധികം മച്യൂരിറ്റി വന്നതും തിരിച്ചറിവുകൾ വന്നതും വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഞാൻ ഇതിന് മുമ്പ് പല വീഡിയോകളും പറഞ്ഞിട്ടുണ്ട്. 35, 40 വയസ്സുകളൊക്കെ അടുക്കുമ്പോൾ സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും ഭയങ്കര മനോഹരമായ എനർജി കിട്ടും. അതുവരെ ഇല്ലാത്ത പല തിരിച്ചറിവുകളും ഉണ്ടാവും. ഇതുവരെ ജീവിച്ചുകൊണ്ടിരുന്ന ജീവിതമല്ല നിലവിലുള്ള അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും മനോഹരമായ